വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു പായസമാണ് കാണിക്കുന്നത്. പൈനാപ്പിൾ സാഗോ പായസം കണ്ടു നോക്കാം. ഈ പൈനാപ്പിൾ സാഗോ പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ചൗവരി. സാഗോ എന്ന് പറഞ്ഞാൽ ചൗവരി. അപ്പോൾ ചൗവരി ഇവിടെ എടുത്തേക്കുന്നത് അരക്കപ്പാണ്, 100 ഗ്രാം. അരക്കപ്പ് എടുത്ത് സോക്ക് ചെയ്ത് 1 മണിക്കൂർ സോക്ക് ചെയ്യുക. സോക്ക് ചെയ്ത ശേഷം അതിൻ്റെ അകത്ത് വെള്ളം ഊറ്റി കളഞ്ഞേക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായി 3/4 കപ്പ് വെള്ളം ചേർത്തു. നന്നായിട്ട് കുക്കാകുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ നെക്കി നോക്കിയാൽ അത് പ്രസ് ആവണം, ആ രീതിയിൽ സോഫ്റ്റ് ആവണം, അതുവരെ കുക്ക് ചെയ്തെടുക്കുക. ഈ ചൗവരി കുക്ക് ചെയ്യുമ്പം ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നല്ലൊരു തിള വരുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ചൗവരിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും. നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. സ്റ്റേജിൽ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ ചേർക്കാം. ഞാൻ എടുത്തേക്കുന്നത് 1.25 കപ്പ് പൈനാപ്പിളാണ്. പൈനാപ്പിൾ എടുക്കുമ്പോൾ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് മധുരം വേണ്ട പോലെ ഇടാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുക. എപ്പോഴും ഓർക്കണം, നമ്മൾ ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചവരി കുക്കാവത്തില്ല. അപ്പം മാക്സിമം കുക്കായ ശേഷം മാത്രമേ ഷുഗർ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ അതങ്ങ് കല്ലാവും, ഹാർഡാവും. അതുകൊണ്ട് നന്നായിട്ട് കുക്കായ ശേഷം ഷുഗറും പൈനാപ്പിളും ചേർക്കുക. ഇത് അടി പിടിക്കാൻ നല്ല ടെൻഡൻസിയാണ് ഈ സമയത്ത്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലതായിട്ടൊന്ന് ബോയിൽ ആവണം. നമ്മൾ 4 ടേബിൾ സ്പൂൺ ഷുഗർ ആണ് ചേർത്തത്. ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി മധുരം കുറവാണ്. ഞാൻ വീണ്ടും കുറച്ച് ഷുഗർ കൂടെ ആഡ് ചെയ്യുക. പക്ഷേ 1.5 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തു. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം ചേർക്കുക. 5 മിനിറ്റ് നന്നായിട്ട് പൈനാപ്പിൾ ഇട്ട ശേഷം നന്നായിട്ട് തിളച്ച ശേഷം ഓഫ് ചെയ്യാം. മാറ്റി വെക്കുക. അടുത്തായിട്ട് ഒരു സോസ് പാനിലേക്ക് 900 ml മിൽക്ക്, ഇതിലേക്ക് 1 കപ്പ് കണ്ടൻസ് മിൽക്ക്, പാലും കണ്ടൻസ് മിൽക്കും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പാലും കണ്ടൻസ് മിൽക്കും കൂടെ ഉള്ള മിക്സ്ചർ നന്നായിട്ട് തിളച്ചു. ഇനി അത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ആ വലിയ ചൂട് പോയ ശേഷം നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. 5 മിനിറ്റോളം നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു. ഇനി ഈ ചൗവരി പൈനാപ്പിൾ മിക്സ്ചറിനകത്തേക്ക് ചേർക്കാം. നമ്മൾ ചൗവരി ചേർത്തേക്കുന്നുണ്ട്. ഇരിക്കും തോറും തിക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ സാധാരണ പായസം ചൂടോടെയാണല്ലോ സെർവ് ചെയ്യുക. ഇത് ചൂടോടെയും നല്ലതാണ്. കൂടുതലും ടേസ്റ്റ് ഇച്ചിരി ഒന്ന് തണുത്ത ശേഷം കുടിക്കുന്നതാണ് നല്ലത്. തണുക്കുമ്പോൾ ഇന്നിവിടെ തിക്കാവുകയും ചെയ്യും. കുടിക്കാൻ ഇച്ചിരി ടേസ്റ്റും ചില്ല് ചെയ്ത് കുടിക്കുന്നതാണ് ഇച്ചിരി ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ പായസം അത്യാവശ്യം കൂളായിട്ടുണ്ട്. ചെറിയ ചൂടേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. പായസത്തിന് വേണ്ട കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി ഫ്ലേവറിങ് കൊടുക്കാനായിട്ടുണ്ട്. ഞാൻ കൊടുക്കുന്ന ഏലക്കാപ്പൊടിയാണ്, വളരെ കുറച്ച്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക.
ഏലക്കാപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വാനില എസൻസ് വേണമെങ്കിലും ഇടാം. ഏലക്കാപ്പൊടി ഇടുന്നതിന് പകരം അതും നല്ലൊരു ഫ്ലേവറാണ്. അങ്ങനെ വേണമെങ്കിലും ഈ പായസം സെർവ് ചെയ്യാവുന്നതാണ്. നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ ഈ പൈനാപ്പിൾ സാഗോ പായസം മറ്റുള്ള പായസങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറുള്ള പായസമാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ക്കകത്ത് കുറച്ച് നട്ട്സും റേസിൻസും മൂപ്പിച്ചിനകത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പൈനാപ്പിളിൻ്റെയും ചൗവരിയുടെയും ഓരോ ബൈറ്റും കിട്ടും. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ചിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.